പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം ഇസ്രായേല്യരോട് പറയുന്നു, താൻ അവരെ മറ്റൊന്നും കൊണ്ടല്ല മധുരമുള്ള തേൻ കൊണ്ട് തൃപ്തിപ്പെടുത്തുമെന്ന്. നാം എന്തനുഭവിച്ചാലും കർത്താവ് നല്ലവരാണെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ ആത്മാർത്ഥമായി നിറവേറ്റിക്കൊണ്ട് തൻ്റെ മക്കളെ പരിപാലിക്കുവാനും അവർക്ക് നല്ലത് നൽകുവാനും ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവുമായുള്ള നിത്യബന്ധത്തിൻ്റെ മാധുര്യത്താൽ നമ്മുടെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കായി വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നന്ദി അർപ്പിക്കുകയും ചെയ്യാം. നല്ലവനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെക്കുറിച്ച് അവിടുത്തേക്ക് നല്ലൊരു പദ്ധതിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ പുത്രരായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ അത്ഭുതങ്ങൾ നൽകണമേ. കാരണം ദൈവം അത്ഭുതങ്ങൾ ചൊരിയുന്നവനാണ്. ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആത്യന്തിക ദാതാവായതിന് നന്ദി. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ വഴികൾക്കും നന്ദി. പരിശുദ്ധ മാതാവേ, അനുസരണയുള്ളവരായിരിക്കുവാനും ഞങ്ങളുടെ മനസ്സിനെ അങ്ങേ പുത്രന്റെ ഹിതത്തിൽ കേന്ദ്രീകരിക്കുവാനും പൂർണ്ണമായ കീഴടങ്ങലിന്റെ ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അവിടുന്ന് പ്രവർത്തിക്കുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്നേ ദിനം ഈ പ്രാർത്ഥനയിൽ ചിലവഴിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ലവനായ ദൈവമേ, ഇന്ന് എൻ്റെ മുൻപിൽ എന്താണ് കിടക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനെല്ലാം അങ്ങയിൽ സമർപ്പിക്കുന്നു. എൻ്റെ ഭവനത്തെ, മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ, എൻ്റെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും പരിശുദ്ധമ്മയുടെ മാതൃകരങ്ങൾ വഴി അങ്ങേ തൃക്കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഇന്നത്തെ ദിനത്തെ സന്തോഷങ്ങളും വെല്ലുവിളികളും സംഭവങ്ങളും തരണം ചെയ്യുവാൻ എനിക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. എൻ്റെ ജീവിതത്തിനും എനിക്കുള്ള എല്ലാറ്റിനും ഞാൻ നന്ദി പറയുന്നു. ഈ ദിനം ഞാൻ അങ്ങയോട് സമർപ്പിക്കുന്നു. എന്ത് സംഭവിച്ചാലും എനിക്കറിയാം നിന്റെ കൈവെള്ളയിൽ ഞാൻ ഉണ്ടെന്ന്. നല്ല ദൈവമേ, ഈ ചിന്തയിൽ എൻ്റെ തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കൈവെള്ളയിൽ ഞാനുള്ളതിനാൽ ഞാൻ സങ്കടപ്പെടില്ല, ഞാൻ പരാജയപ്പെടില്ല, ഞാൻ ജീവിതത്തിൽ തകർന്നു പോകില്ല. കാരണം അങ്ങ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലവനായ ദൈവമേ, സ്നേഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്നേഹിക്കാൻ എന്നോട് കൽപ്പിച്ചതുപോലെ സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. സമാധാനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ സമാധാനത്താൽ എന്നെയും എൻ്റെ ഭവനത്തെയും വലയം ചെയ്യണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിച്ച ദൈവമേ, മറ്റുള്ളവർ അങ്ങയെ അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പാപമോചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മാർഗനിർദ്ദേശനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സംരക്ഷണത്തിനായി ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ നിലനിർത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമായ വിശ്വാസവും സമാധാനവും പ്രത്യാശയും നൽകി ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞാൻ ഇന്നേ ദിനം അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അങ്ങയുടെ അനുഗ്രഹത്തിനായി അപേക്ഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുന്ന വഴികളിലേക്ക് എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രന്റെ ഹിതം പോലെ അങ്ങേ പുത്രന്റെ സാന്നിധ്യത്തിനായി അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞാൻ യാചിക്കുന്നു. അങ്ങേ പുത്രന്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. എനിക്കായി എൻ്റെ ഭവനത്തിനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, എനിക്ക് നൽകിയ ജീവിതത്തിന് ഞാൻ നന്ദി പറയുന്നു. അങ്ങ് ആവശ്യത്തിലധികം ഇന്ന് എനിക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി. എൻ്റെ കുടുംബം, അഭയം, സുഹൃത്തുക്കൾ, ജോലി, ഭക്ഷണം,
ആരോഗ്യം, എൻ്റെ ഇപ്പോഴത്തെ പോരാട്ടങ്ങൾ പോലും ദൈവിക അവസരങ്ങളാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജോലി, സാമ്പത്തികം, കുടുംബം, സൗഹൃദം എന്നിവയിൽ നന്നായി തിരഞ്ഞെടുക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങേ സാന്നിധ്യത്തിൽ എൻ്റെ ജീവിതവും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശുദ്ധ മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിന് എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം നൽകണമേ. സംഘർഷങ്ങൾ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വീട് ഐക്യത്തിൻ്റെയും ശാന്തതയുടെയും സ്ഥലമാകട്ടെ. ശക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഞങ്ങളിൽ നിലനിർത്തണമേ. പരിശുദ്ധ അമ്മേ, ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് ജീവിത വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അതിനായി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ താഴ്മയായി അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പരസ്പരം ഇടപഴകുന്നതിൽ പൂർണ്ണമായും എളിമയും സൗമ്യതയും പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു. ക്ഷമയോടെ സ്നേഹത്തിൽ പരസ്പരം തെറ്റുകൾ സഹിച്ചുകൊണ്ട് ഞങ്ങൾ ക്ഷീണിതരായിരിക്കുമ്പോഴും നിരാശപ്പെടുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ പരസ്പരം വേദനിപ്പിച്ചും കടന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ ഈ ഭവനത്തിൽ ആത്മാവിൽ ഐക്യപ്പെടാൻ എല്ലാ ശ്രമങ്ങളും നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദൈവമേ, ദയവ് ചെയ്ത് ഞങ്ങളെ സമാധാനത്തോടെ ബന്ധിപ്പിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ തിന്മയുടെ ശക്തികളെയും നിർമ്മാർജ്ജനം ചെയ്യണമേ. പരസ്പരം തീക്ഷ്ണമായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ സ്നേഹം വളരെ ആഴത്തിൽ വളർത്തണമേ. അത് ഒരുപാട് സംശയങ്ങളെ തരണം ചെയ്യുവാനും ക്ഷമിക്കുവാനും ഞങ്ങൾക്ക് കഴിവ് നൽകട്ടെ. ഞങ്ങൾ ഓരോരുത്തരിലും ആതിഥ്യ മര്യാദയുടെ മനോഭാവം പ്രചോദിപ്പിക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ വീട് സന്തോഷത്തോടെ പങ്കിടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ ആത്മീയ വരങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിനായി സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെല്ലാവരെയും നന്നായി അറിയുന്നുവല്ലോ. എല്ലാവരെയും അവിടുന്ന് സ്നേഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രതീക്ഷയുടെ മഴവില്ലുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കണമേ. ഒരുമിച്ച് ആഘോഷിക്കുവാനും പരസ്പരം പരിപാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രതീക്ഷ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വിശ്വാസം പോലെയായി മാറട്ടെ. പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുകയും അതിജീവിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ നയിക്കുകയും ഒറ്റയ്ക്കും കൂട്ടായും ഞങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നൽകി ഞങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കണമേ. പ്രതീക്ഷയിൽ സ്നേഹവും വിശ്വാസവും ഊർജവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ മാതാവേ, അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐക്യവും സമാധാനവും നിലനിർത്തണമേ. ഐക്യവും സമാധാനവും പുനഃസ്ഥാപിക്കണമേ. സ്നേഹവും വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. ഓരോ ജീവിത ബന്ധങ്ങളിലും തകർന്ന ബന്ധങ്ങളിലും അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. സ്നേഹമൊരിക്കലും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വറ്റിപ്പോകാതിരിക്കട്ടെ. എല്ലാ സാഹചര്യങ്ങളും പരിഹരിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അവിടുത്തെ സംരക്ഷണം പരത്തണമേ. ഞങ്ങളെല്ലാവരെയും നയിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമേ. ഓരോ ദിവസവും അങ്ങയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
എൻ്റെ കുടുംബം ഞങ്ങളുടെ അനുദിന ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. അങ്ങേ സംരക്ഷണത്താൽ ഞങ്ങളെ മൂടണമേ. ഞങ്ങളുടെ പോക്കുവരവുകളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങളിൽ ആരും അങ്ങേ സ്നേഹത്തിൽ നിന്ന് വഴിതെറ്റുവാൻ ഇടവരുത്തരുത്. എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ സമാധാനം നിറയ്ക്കണമേ. എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അങ്ങയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഉണ്ടാകണമേ. അങ്ങേ സമാധാനം എല്ലാ ദിവസവും ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും പരസ്പരം നന്നായി ഇണങ്ങുവാൻ സഹായിക്കണമേ. ഓരോ ദിവസവും പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ ചടങ്ങുകൾ, അവധി ദിവസങ്ങൾ എന്നിവയ്ക്കായി ഒരു കുടുംബമായി ഒത്തുകൂടുന്നത് തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് കണ്ടുമുട്ടുകയും പരസ്പരം സഹവസിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ സംരക്ഷണത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ. നല്ല ദൈവമേ, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണമേ. പരിശുദ്ധാമ്മ വഴി അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. പരിശുദ്ധാമ്മേ, അമ്മയുടെ സാന്നിധ്യം ഏറ്റവും പ്രത്യേകമായി ഞങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ അത്ഭുതകരമായ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. അവരുടെ നിഷ്കളങ്കതയ്ക്കും അവരുടെ ജീവിത സന്തോഷത്തിനും നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രന്റെ വചനത്തിന്റെ മഹത്വവും മാഹാത്മ്യവും ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ വചനം അവരുടെ പാദങ്ങൾക്ക് ദീപവും അവരുടെ പാതകൾക്ക് പ്രകാശമാണെന്നും അവർ അറിയട്ടെ. ഓരോ ദിവസവും അവരുടെ ജീവിതത്തെ നയിക്കുവാൻ അവിടുന്ന് അങ്ങയുടെ തിരുവെഴുത്തുകളിൽ നിന്ന് ജ്ഞാനം നേടട്ടെ. പ്രാർത്ഥനയിൽ അങ്ങയോടൊപ്പം സമയം ചെലവഴിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അവരെ പഠിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിനുമുപരിയായി അങ്ങയുമായും മറ്റുള്ളവരുമായും ജീവൻ നൽകുന്ന ബന്ധം വളർത്തിയെടുക്കുവാൻ ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെ സഹായിക്കണമേ. നല്ല ദൈവമേ, എൻ്റെ കുടുംബത്തിലെയും എൻ്റെ സമൂഹത്തിലെയും എല്ലാ യുവതി യുവാക്കളെയും മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും അവർ പ്രിയപ്പെട്ടവരും സ്നേഹിക്കപ്പെട്ടവരുമാണെന്നറിയുവാൻ അവരെ സഹായിക്കണമേ. അവർ വളർന്ന് യുവാക്കളായി പക്വത പ്രാപിക്കുമ്പോൾ നല്ല ജീവിത നിലവാരം നിലനിർത്തുവാൻ അവർ അറിഞ്ഞിരിക്കേണ്ട കഴിവുകൾ അവരെ പഠിപ്പിക്കണമേ. ഏറ്റവും പ്രധാനമായി അങ്ങയുമായുള്ള അവരുടെ ബന്ധം എങ്ങനെ വളരണമെന്ന് അവരെ പഠിപ്പിക്കണമേ. അവരുടെ പ്രായപൂർത്തിയായ വർഷങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിക്കുമ്പോൾ നല്ലതും സുശക്തവുമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ സഹായിക്കണമേ. അവരുടെ പഠനം തുടരുകയും സ്കൂളുകളിൽ നന്നായി പഠിക്കുകയും ചെയ്യുമ്പോൾ അവരെ അനുഗ്രഹിക്കണമേ. അവരെ പ്രോത്സാഹിപ്പിക്കുകയും ശരിയായത് ചെയ്യാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാൻ അവരെ സഹായിക്കണമേ. ദുഷ്ടന്മാരിൽ നിന്നും സോഷ്യൽ മീഡിയയുടെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ പ്രിയ മക്കളെയും സംരക്ഷിക്കണമേ. അവരുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുമുള്ള വ്യക്തിബന്ധങ്ങളെ വിലമതിക്കുവാൻ അവരെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അമ്മയുടെ സംരക്ഷണ വലയത്തിൽ ചേർത്ത് നിർത്തണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങൾ സഹോദര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും വിലമതിക്കുവാനും കുടുംബത്തിലെ സഹോദരങ്ങളെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആപത്ഘട്ടങ്ങളിൽ പരസ്പര സഹായിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സഹോദര ബന്ധങ്ങളുടെ ബന്ധം ദൃഢമാക്കണമേ. ഞങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും ജീവിതത്തിൽ സ്നേഹവും സമാധാനവും സന്തോഷവും പങ്കുവെക്കുന്ന വ്യക്തികളാക്കി മാറ്റുകയും ചെയ്യണമേ.
പരിശുദ്ധ മാതാവേ, എൻ്റെ കുടുംബത്തിനു വേണ്ടി അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണമേ. ഞങ്ങളുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ എന്തു തന്നെയായാലും ഞങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന എല്ലാ ബുദ്ധിമുട്ടും തരണം ചെയ്യുവാനുള്ള കൃപയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങേ മാർഗനിർദ്ദേശനത്തിനും അങ്ങേ കൃപയ്ക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ വാക്കുകളില്ലാത്തപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കുടുംബത്തിന് ശക്തിയും പ്രതീക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഇപ്പോൾ പ്രയാസകരമായ സമയത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ അങ്ങയുടെ വചനം ഞങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകളും കാണുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ എന്നെയും എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, അവിടുന്ന് ഞങ്ങളോടൊപ്പമുണ്ടെന്നും ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുകയില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ പ്രയാസകരമായ സമയത്ത് പ്രാർത്ഥനയിൽ അങ്ങേ സമീപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അനുദിനം ആഹാരത്തേക്കാൾ കൂടുതൽ അങ്ങയുടെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരീക്ഷണങ്ങളുടെ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ കൃപയിലൂടെയും ശക്തിയിലൂടെയും സ്ഥിരോത്സാഹവും പ്രത്യാശയും സ്വഭാവവും വികസിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിനുള്ളിൽ ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു. ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ആ വ്യത്യാസങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയെ തകർക്കാനിടയാകാതിരിക്കട്ടെ. പരിശുദ്ധ മാതാവേ, സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണമേ. ഒരു കുടുംബം എന്ന നിലയിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിനെ കുറിച്ച് മനഃപൂർവ്വം പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടായ്മയിലൂടെയും അങ്ങയുടെ വചനത്തിലൂടെയും പരസ്പരം ഉയർത്തുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. നല്ലവനായ ദൈവമേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. നീ എനിക്ക് ഉത്തരം നൽകണമേ. അങ്ങേ ചെവി എന്നിലേക്ക് തിരിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ദിവസവും എൻ്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തണമേ. അനുദിനം പരസ്പരം സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും പരസ്പരം ഒത്തുതീർപ്പുകൾ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമേ. തെറ്റുകൾ തിരുത്തുവാനും ഞങ്ങൾ നിരാശപ്പെടുമ്പോഴും ഞങ്ങൾ ദുഃഖത്തിലാകുമ്പോഴും പരസ്പര സഹായിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഒരു കുടുംബം എന്ന നിലയിൽ മനഃപൂർവ്വം ഒരുമിച്ച് സമയം ചിലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു കുടുംബം എന്ന നിലയിൽ അങ്ങയുടെ വചനത്തിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ദൈവമേ, ഞങ്ങളോടൊപ്പം അങ്ങേ സാന്നിധ്യം എന്നും ഉണ്ടാകണമേ. കർത്താവായ യേശു ക്രിസ്തു, അങ്ങാണ് സമാധാനത്തിന്റെ യഥാർത്ഥ രാജാവ്. അങ്ങയിൽ മാത്രം സ്വാതന്ത്ര്യം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ലോകത്തെ സംഘർഷങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. പ്രശ്നബാധിത രാജ്യങ്ങളിൽ ഐക്യം കൊണ്ടുവരണമേ. അങ്ങയുടെ മഹത്തായ സമാധാനം ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും സമൂഹങ്ങളിലും വാഴട്ടെ. എല്ലാ അന്ധകാരത്തെയും തിന്മയെയും അകറ്റണമേ. ഓരോ മനുഷ്യജീവന്റെയും അന്തസ്സ് സംരക്ഷിക്കണമേ. വെറുപ്പിനെ അങ്ങേ സ്നേഹത്താൽ മാറ്റി സ്ഥാപിക്കണമേ. ലോക നേതാക്കൾക്ക് ജ്ഞാനം നൽകണമേ. സ്വാർത്ഥമോഹത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും മോചിപ്പിക്കണമേ. എല്ലാ അക്രമവും യുദ്ധവും ഇല്ലാതാക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. മഹത്വമുള്ള കന്യകാമറിയമേ, വിശുദ്ധ മിഖായേൽ പ്രധാന ദൂതൻ, എല്ലാ മാലാഖമാരും വിശുദ്ധരും ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി സമാധാനത്തിനായി പ്രാർത്ഥിക്കണമേ. രാജ്യങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഐക്യത്തിനായി ഈ നിമിഷം ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ദുർബലരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പരിശുദ്ധ മാതാവേ, മാധ്യസ്ഥം വഹിക്കണമേ.
ഭയഭക്തിയുള്ളവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. ഏറ്റവും ആവശ്യമുള്ളവർക്കായി അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എപ്പോഴും ഉണ്ടാകണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.